ആ ദൃശ്യം കണ്ട ലാത്തി കൊണ്ട് കോൽക്കളി കളിക്കുകയാണ്. കണ്ടില്ലേ, ലാത്തികൾ ആകാശത്ത് ഇങ്ങനെ നിരന്തരം പൊങ്ങുകയാണ്, കോൽക്കളി മാരിയാണ്. അപ്പോൾ ഇനി അത് പറയാൻ അവർക്ക് കഴിയില്ല. കാരണം തലക്ക് തന്നെയാണ് നോക്കി അടിക്കുന്നത്. എല്ലാ ലാത്തിയും ആൾക്കൂട്ടത്തിന്റെ മുകളിലാണ്, മുകളിൽ നിന്ന് താഴോട്ടാണ് അടിക്കുന്നത്. സാധാരണ കാലിലൊക്കെ അടിച്ച് വരട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതല്ല, തലക്കാണ് അടിക്കുന്നത്. എന്നിട്ട് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സ്വന്തമായി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്നല്ലാതെ ജനങ്ങളെ ഫൂളാക്കാൻ കഴിയൂല. അധികം വൈകാതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരെ റിജക്ട് ചെയ്യും, യാതൊരു സംശയവുമില്ല. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. മുനമ്പത്തെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതി ചില പരാമർശം നടത്തുകയുണ്ട്. വഖഫ് ബോർഡിനെതിരെ ഒരു വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അത് വഖഫ് ഭൂമിയല്ല എന്നുള്ളൊരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അല്ല, അതൊക്കെ ഒരു ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴും സർക്കാരിന് ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് ആ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ കഴിയും. ഈ വ്യവഹാരം അതല്ലല്ലോ. അവിടെ ഉള്ള കാലാകാലങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമി വേഗം കൊടുക്കുകയാണ് വേണ്ടത്. വ്യവഹാരം അതിന്റെ വഴിക്ക് അങ്ങനെ നീണ്ടുപോയി അവരെ കഷ്ടപ്പെടുത്തിയിട്ട് എന്താ കാര്യം? രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യമേ പറയുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ഈ പ്രശ്നം വന്നിട്ടില്ലല്ലോ. ഇവരുണ്ടാക്കിയ പ്രശ്നമാണിത്. ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ ഗവൺമെന്റ് മുൻകൈയെടുത്ത് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആ പ്രശ്നം പരിഹരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഒരു പരാമർശം നടത്തിയിരുന്നത് നിയമസഭയിൽ, ഒരു അധിക്ഷേപ പരാമർശം. ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. നജീബ് കാന്തപുരത്തെ അല്ല, ആരോഗ്യമില്ലാത്ത മറ്റൊരാളെയാണ് പറഞ്ഞെന്നാ വന്നത്. ആരെപ്പറ്റി പറഞ്ഞാലും അധിക്ഷേപ പരാമർശങ്ങൾ ശരിയല്ല. അവരുടെ MLA-മാർ തന്നെ വേഗം വേഗം അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആരെപ്പറ്റിയും അങ്ങനെ പറയാൻ പാടില്ല. UDF ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കലും ആ വിഷയം ഞങ്ങൾ വിട്ടുകളയാൻ പോകുന്നില്ല. കാരണം ശബരിമലയിൽ എന്ത് വന്ന ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീ പ്രവേശന വിഷയമൊന്നും, അതുപോലെ സംഗമം വന്നു. അങ്ങനെ പല ചർച്ചകളും ഈ ഗവൺമെൻറ് കാലത്തൊന്നും ഒക്കെ നെഗറ്റീവാണ്. പക്ഷേ ഇത് സഹിക്കാവുന്നതിന് അപ്പുറമാണ്. ഒന്നായിട്ട് അവിടെയുള്ള സ്വർണം ചുമന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലും വലിയൊരു സംഭവം ഇനി ഉണ്ടാവാനുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ അത് ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.